എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ ബൊറൂട്ടോ അവനാണെങ്കിൽ കണ്ണാടിയിലൊക്കെ നോക്കി അവന്റെ കണ്ണ് അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. ഞാൻ ആ ആനിമലുമായിട്ട് അറ്റാക്ക് ചെയ്തപ്പോ എന്റെ കണ്ണിൽ നിന്ന് എന്തോ ഒരു പവർ വന്നു. മാത്രമല്ല എന്റെ ഒരു കണ്ണ് അത് വൈറ്റ് ആയിട്ട് മാറി. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അത് നോർമലായിട്ടിരിക്കുന്നു. ശരിക്കും എനിക്ക് എന്തെങ്കിലും പവർ ഉണ്ടോ? അതെങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ ആലോചിക്കുമ്പോഴായിരിക്കും ഉടനെ ഹിനട്ട അവള് വിളിച്ചു കൂവാൻ തുടങ്ങും. ബൊറൂട്ടോ, എനിക്ക് ഫുഡ് കഴിക്കണ്ടേ, ക്ലാസ്സിൽ പോകണ്ടേ, താഴേക്ക് വാ. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോയും സായും ഷിക്കമരുവും അവരെല്ലാവരും ഗ്രാമത്തിലൂടെ അങ്ങനെ അലഞ്ഞു നടക്കാണ്. ഗ്രാമത്തിന്റെ അവസ്ഥ എന്താണ്? എല്ലാവരും ഹാപ്പിയാണോ? എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പം അവരറിയാതെ നടക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനായിരിക്കും അങ്ങനെ നടക്കുക. പക്ഷെ ഗ്രാമം ഇപ്പോ വളരെ സമാധാന അന്തരീക്ഷത്തിലാണ്. അത് കാണുമ്പോ അവർക്ക് ഒരുപാട് സന്തോഷമാവും. ഉടനെ സായ് പറയും, ആ ക്ലാസ് റെപ്പ് പെണ്ണ് അവളിപ്പോ തികച്ചും നോർമലാണ്. ഇതിനെല്ലാം കാരണക്കാരൻ ബൊറൂട്ടോ ആണ്. ബൊറൂട്ടോ കറക്റ്റായിട്ട് സംസാരിച്ച് അവളെ കൺവിൻസ് ചെയ്തെടുത്തു. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ അവൾ നോർമലായത്. ഓൾറെഡി അക്കാദമിയിലെ കുട്ടികളൊക്കെ ആയിട്ട് അവൾ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. സോ അവരെ എന്തെങ്കിലും ചെയ്യാനോ ദ്രോഹിക്കാനോ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അത് കേട്ട് ഇപ്പൊ നറൂട്ടോക്കാണെങ്കിൽ ഭയങ്കര അഭിമാനം തോന്നും. ബൊറൂട്ടോ അവൻ ശരിക്കും അടിപൊളിയാണ്. ശരിക്കും നല്ല അച്ഛനും അമ്മയും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നല്ല കൂട്ടുകാരെ കൂടെ കണ്ടെത്തുന്നതിലാണ് യഥാർത്ഥ വിജയം. അതാണ് ബൊറൂട്ടോ തെളിയിച്ചത്. സോ ഇനി ഒന്നും നോക്കാനില്ല, എത്രയും പെട്ടെന്ന് ആ ക്ലാസ് റെപ്പിനെ സ്കൂളിലേക്ക് മടക്കി അയക്കണം. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിനോ ആളിപ്പോ കാര്യമായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. മാസ്റ്റർ പറയും, നമ്മുടെ പുതിയ സ്കൂൾ ബിൽഡിങ്ങിന്റെ പണി അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ബിൽഡിങ്ങിലേക്ക് മാറും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഗ്രൂപ്പായി തരംതിരിച്ചില്ലേ, സോ വീണ്ടും ഞാൻ നിങ്ങളെ ഗ്രൂപ്പാക്കാൻ പോവാണ്. ഉടനെ സാറടാ അവളാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. നമ്മുടെ ക്ലാസ് റെപ്പ് അവൾ ഒരുപാട് ദിവസമായി ക്ലാസ്സിലേക്ക് വന്നിട്ട് ആരും അവളെക്കുറിച്ച് അന്വേഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഉടനെ ഷിനോ മാസ്റ്റർ പറയും, അവൾക്ക് ചെറിയൊരു അപകടം പറ്റിയിരിക്കുകയാണ്, ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് അവൾ തിരികെ വരും. ഉടനെ വേറെ കുറെ സ്റ്റുഡൻസ് അവർ പരസ്പരം പറയും, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു, പക്ഷെ അവളവിടെ ഇല്ല. ഷിനോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ സ്റ്റുഡൻസിനെ എല്ലാവരെയും ഓരോ ടീമായിട്ട് തിരിക്കാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ബൊറൂട്ടോ ആണെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഇപ്പൊ ടീമിലേക്ക് ക്ഷണിക്കുകയാണ്. മീറ്റ്സിയ പറയും, ഞാൻ ഉറപ്പായാലും ബൊറൂട്ടോ ടീമിൽ തന്നെയാണ്. ഇവാബെ അവിടേക്ക് വന്ന് ഡെങ്കി അവൻ ഇത്തവണ എന്റെ ടീമിൽ വേണമെന്ന് പറയും. അതിന് ബൊറൂട്ടോ പറയും, ഡെങ്കിയെ നീ കൊണ്ടുപോയോ? അങ്ങനെയാണെങ്കിൽ ഷിക്കടയെ ഞാൻ എന്റെ ടീമിലേക്ക് കൊണ്ടുവരും. അപ്പോഴായിരിക്കും അവിടെ മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ഷിക്കട അവൻ ഓൾറെഡി ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവൻ ഓൾറെഡി ഈനോച്ചോ ഫോർമേഷൻ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഫോർമേഷൻ അത് ഭയങ്കര പവർഫുൾ ആണ്, അതിനെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. ഉടനെ പാവം ബൊറൂട്ടോ അവൻ തലയൊക്കെ ചൊറിഞ്ഞ് എല്ലാവർക്കും ടീംമേറ്റ്സിനെ കിട്ടി, പക്ഷെ എനിക്ക് മാത്രം ആരെയും കിട്ടിയില്ല. ഉടനെ ഡെങ്കി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ ടീമില് മെറ്റല്ലിയെ ചേർത്തൂടെ? അത് കേട്ട് ഇപ്പൊ ബൊറൂട്ടോയ്ക്കും ഒരു പകുതി മനസ്സ് തോന്നും. മെറ്റല്ലി ആക്ച്വലി നല്ലവനാണ്, നല്ല പവർഫുൾ ആണ്, പക്ഷെ എന്താ അവൻ പെട്ടെന്ന് നെർവസ് ആവും. അതിന് ഈനോജിയും പറയും, നമ്മുടെ ക്ലാസ് റെപ്പ് അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആർക്കും വിട്ടുകൊടുക്കാതെ നമ്മുടെ ടീമിൽ ചേർത്തേനെ. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഈനോജിന്റെ വാ പൊത്തിപ്പിടിച്ച്, ദയവ് ചെയ്ത് മണ്ടത്തരം വിളിച്ച് പറയരുത്. ബൊറൂട്ടോ വാ പൊത്തിപ്പിടിച്ചാലും അവൻ പറഞ്ഞ കാര്യം അത് ഈനോജിൻ കേൾക്കും. അവൻ ഉറപ്പിച്ചു പറയും, ഇനി ഒരു കാരണവശാലും അവൾ തിരികെ വരില്ല. കാരണം അക്കാദമിക്കും നമ്മുടെ വില്ലേജിന് എതിരായിട്ടാണ് അവൾ പ്രവർത്തിച്ചത്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവൻ പറഞ്ഞ് തീരെ ഇഷ്ടാവില്ല. തീർച്ചയായിട്ടും അവൾ മടങ്ങി വരും. അവൾക്ക് മനസ്താപമുണ്ട്. നമ്മൾ കരുതും പോലെയൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും അവൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഉടനെ ബൊറൂട്ടോ അവനിപ്പോ മെറ്റലിനെ അവരുടെ ടീമിൽ ചേർക്കും. കട്ട് ചെയ്ത ഷിനോ മാസ്റ്റർ ഇറൂക്ക സെൻസൈയുടെ അടുത്തേക്ക് വന്ന് കാര്യമായിട്ട് സംസാരിക്കുകയാണ്. ഇറൂക്ക പറയും, ആ ക്ലാസ് റെപ്പ് പെൺകുട്ടി അവളിപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. അവൾ മെന്റലി കുറച്ച് ഡിപ്രസ്ഡ് ആണ്. സോ അവൾ ഓക്കെ ആയതിനു ശേഷം മാത്രം അവൾ അക്കാദമിയിലേക്ക് അയക്കാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഷിനോയ്ക്ക് നല്ല സന്തോഷമാവും. ഉറപ്പായിട്ടും എന്നെ കൊണ്ട് കഴിയും പോലെ അവളെ ഞാൻ ടേക്ക് കെയർ ചെയ്യും. അവളെ എപ്പോൾ വേണമെങ്കിലും തിരികെ അക്കാദമിയിലേക്ക് അയക്കാം. അവൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ ഞാനും അവളുടെ ക്ലാസ്മേറ്റ്സും തയ്യാറാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ അവൻ വീട്ടിലേക്ക് വരും. ഇത്തവണ ബൊറൂട്ടോയെ കാത്ത് നറൂട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാവും. നറൂട്ടോയെ കണ്ട ബൊറൂട്ടോ അവൻ ഷോക്കാവും. എന്തുപറ്റി, പപ്പ ഇന്ന് നേരത്തെ വന്നല്ലോ? അത് കേട്ട് നറൂട്ടോ ചിരിക്കും. അതെന്താ, എനിക്ക് നേരത്തെ വരാൻ പാടില്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ വീട്ടിൽ വരാറുണ്ടല്ലോ, നീ എന്നെ കാണാറില്ലല്ലേ?
അപ്പൊ ബൊറൂട്ടോ ഇപ്പൊ നറൂട്ടോട് ആ ക്ലാസ് റെപ്പ് പെണ്ണിന്റെ കാര്യം ചോദിക്കാനായിട്ട് തുടങ്ങും. അവൾ എപ്പോഴാണ് തിരികെ ക്ലാസ്സിലേക്ക് വരിക? അതിന് നറൂട്ടോ അവൾക്ക് പെട്ടെന്നൊന്നും തിരികെ വരാൻ കഴിയില്ല. അവൾക്ക് ചില ട്രീറ്റ്മെന്റ് അത് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ ഉടൻ തന്നെ അവൾ ക്ലാസ്സിലേക്ക് തിരികെ എത്തും. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ടെൻസ്ഡ് ആവും. പപ്പ, അവൾ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ടാണ്. ദയവ് ചെയ്ത് അവളെ എത്രയും പെട്ടെന്ന് അക്കാദമിയിലേക്ക് തിരികെ അയക്ക്. അതിന് നറൂട്ടോ അവൻ ബൊറൂട്ടോയുടെ കൈ പിടിച്ച് പറയും, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അക്കാദമിയിലേക്ക് തിരികെ വരാൻ തയ്യാറായി എന്നെനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ പറയാതെ തന്നെ അവളെ ഞാൻ തിരികെ അയക്കും. ഞാൻ നിന്റെ മാത്രമല്ല ഈ ഗ്രാമത്തിന് മുഴുവൻ ഹൊക്കാഗെയാണ്. സോ ശരിയായ തീരുമാനം ഞാൻ കറക്റ്റ് ടൈമിൽ എടുക്കും. അതിന് ബൊറൂട്ടോ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ കാരണമാണ് അവളിപ്പോ ക്ലാസ്സിലേക്ക് വരാത്തത്. എനിക്ക് വേണ്ടിയെങ്കിലും അവളെ ഒന്ന് വിട്ടൂടെ? ഉടനെ നറൂട്ടോ അവൻ ഫുൾ കലിപ്പില് അങ്ങനെ എഴുന്നേറ്റ് നടക്കും. നമുക്കാദ്യം ഫുഡ് കഴിക്കാം, അതിനുശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് നറൂട്ടോ ബൊറൂട്ടോയെ വിളിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിനോ ആളിപ്പോ ലാസ്റപ്പിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ഉടനെ അവളിപ്പോ ഷിനോ മാസ്റ്ററോട് സോറി പറയും. ഐ എം സോറി, എനിക്കറിയാം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു മാസ്റ്റർ. നിങ്ങളോട് പോലും ഞാൻ തെറ്റ് ചെയ്തു. നിങ്ങളുടെ പവർ പോലും നിങ്ങൾ അറിയാതെ ഞാൻ അബ്സോർബ് ചെയ്തെടുത്തിരുന്നു. ഇനി ഒരിക്കലും എന്നെ കൊണ്ട് നിങ്ങൾ ആരെ ഫേസ് ചെയ്യാൻ കഴിയില്ല. അത് കേട്ട് ഷിനോ അവൻ പറയും, ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ആരും നിന്നെ വെറുത്തിട്ടില്ല, മറന്നിട്ടില്ല. ഞങ്ങൾക്കെല്ലാവർക്കും നിന്നെ ഇപ്പോഴും ഒത്തിരി ഇഷ്ടമാണ്. നിന്റെ തിരിച്ചുവരവിന് വേണ്ടി മാത്രമാണ് ആകാംക്ഷയോട് കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. നീ പഴയതുപോലെ നല്ലൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ഷിനോ മാസ്റ്റർ ആളിപ്പോ അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ അക്കാദമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടനെ ഈനോജിൻ പറയും, ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകാൻ സാധ്യതയുണ്ട്. ഉടനെ ഷിക്കട ചോദിക്കും, ഈനോജിൻ നീ ട്രാൻസ്ഫർ ആകാൻ പോവാണോ? അതിനവൻ പറയും, ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ ക്ലാസ് റെപ്പ് അവൾ ചിലപ്പോ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ മാസ്റ്റർ ആൾ അവിടേക്ക് വന്ന് വീണ്ടും അവരുടെ ഇന്നത്തെ മിഷൻ അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ബിൽഡിങ്ങിന് മുകളിലുള്ള ആ ഒരു ചുവന്ന ടവല് അതെടുക്കണം. ഒറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. കാരണം കഴിഞ്ഞ മാച്ചില് അവൻ തോറ്റുപോയിരുന്നു. ഇത്തവണ ഞാൻ തകർക്കൂന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡ് അവരെല്ലാവരും ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങും. ഇവിടെ സാറയുടെ ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. മാസ്റ്റർ, ഒരു തവണ ഈ ബിൽഡിംഗ് തകർന്നു പോയതല്ലേ, എന്നിട്ട് വീണ്ടും അതേ ബിൽഡിങ്ങിലേക്ക് തന്നെ ഞങ്ങളെ കയറ്റി വിടുകയാണോ? അതിന് ഷിനോ പറയും, ഒരു തവണ നിങ്ങൾ ഇതിന്റെ മുകളിൽ കയറിയപ്പോ പേടിച്ചുപോയി. ആക്ച്വലി നിങ്ങളുടെ പേടി മാറ്റാനാണ് ഞാനിത് വീണ്ടും ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ആരോ ഒരാൾ ഇപ്പൊ മാസ്റ്ററിന്റെ അടുത്തേക്ക് വരും. ആളിപ്പോ ആ ക്ലാസ് റെപ്പ് പെണ്ണിനെ കുറിച്ച് എന്തോ ഒന്ന് പറയും. ഉടനെ ഷിനോ അവൻ കയ്യിലുണ്ടായിരുന്ന ബോർഡ് അത് അവളെ ഏൽപ്പിച്ച് അവിടുന്ന് കടന്നുപോകും. ഇവിടെ ബിൽഡിങ്ങിന് മുകളിലാണെങ്കിൽ സ്റ്റുഡൻസ് എല്ലാവരും വാശിയോടുകൂടെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ഈനോജിനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഷിക്കടയെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. ഉടനെ ഷിക്കട അവൻ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് രക്ഷപ്പെട്ട് മീറ്റ്സിയെ അവന്റെ ഷാഡോ പവർ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട ബൊറൂട്ടോ അവൻ ചാടി വീണ് ഷിക്കടയായി പൊരിഞ്ഞ അട്ടിയിട്ടി ഫൈറ്റ്. പക്ഷെ മീറ്റ്സിയ അവൻ സിമ്പിളായിട്ട് വായിൽ നിന്ന് ഒരു കത്തി പുറത്തേക്കെടുക്കും. കത്തി കണ്ട് പേടിച്ച് ഷിക്കട അവിടുന്ന് ഓടും. ആ ഒരു ജിപ്സ് ബ്രേക്കായി ഇപ്പൊ മീറ്റ്സിയ അവൻ ഓക്കെ ആവും. മീറ്റ്സിയ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പില്ലേഴ്സ് അത് ഓരോന്നായിട്ട് തകർക്കും. ഉടനെ ആ ഒരു ബിൽഡിങ് തകർന്ന് താഴേക്ക് വീഴുകയാണ്. പുകയൊക്കെ അടങ്ങി എല്ലാവരും മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബൊറൂട്ടോ അവൻ ആ കൊടിയിൽ പിടിച്ച് അങ്ങനെ ഹായായിട്ട് നിൽക്കും. അങ്ങനെ ഹായായിട്ട് നിൽക്കുന്നതായിരിക്കും അവർ കാണുക. ബൊറൂട്ടോ ആണെങ്കിൽ പതിയെ താഴെ ഇറങ്ങി സാറയുടെ അടുത്തേക്ക് വരും. അവൻ മാസ്റ്റർ എവിടെയും ചോദിക്കും. അതിന് അവള് പറയും, അദ്ദേഹം അർജന്റായിട്ട് നമ്മുടെ ക്ലാസ് റെപ്പിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അവളുടെ പേര് കേട്ട ഉടനെ ഇപ്പൊ എല്ലാവരും ഷോക്കാവും. ബൊറൂട്ടോ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറാവും. അപ്പോഴായിരിക്കും മാസ്റ്റർ ഷിനോയും അവളുടെ തൊട്ടു പുറകിലായി ഇപ്പൊ നമ്മുടെ ക്ലാസ് റെപ്പും അവിടേക്ക് വരിക. ആ ഒരു ട്വിസ്റ്റ് കണ്ട് എല്ലാവരും ഷോക്കാവും. സ്റ്റുഡൻസ് എല്ലാവരും ഒത്തിരി സന്തോഷത്തില് അവളുടെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അവളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടും അവളോട് എല്ലാവരും ഇപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അവൾക്കാണെങ്കിൽ അവളുടെ നഷ്ടപ്പെട്ടു പോയ വലിയൊരു ജീവിതം അത് തിരികെ കിട്ടിയ സന്തോഷത്തിലാണ്. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ അവൾക്ക് തംസപ്പ് കാണിക്കും. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോ അവൻ ഏതൊക്കെയോ വഴിയിലൂടെ ഓടി സാസുകയുടെ അടുത്തേക്ക് വരാണ്. ഉടനെ സാസുക ഒരു സ്ക്രോൾ എടുത്ത് നറൂട്ടോയ്ക്ക് കാണിച്ചു കൊടുക്കും. അതിൽ കാഗുയെ ക്രിയേറ്റ് ചെയ്ത എന്തോ ഒരു ജിപ്സു ആണ്. സാസുക പറയും, എനിക്ക് ഇതിനെക്കുറിച്ച് ഒരല്പം ഇൻവെസ്റ്റിഗേഷൻ നടത്താനുണ്ട്. സോ നീ സാക്കുറയോട് എന്റെ ക്ഷമ അറിയിക്കണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ വേറൊരുത്തരെ കാണിക്കും. അവൻ പറയും, നിയോയുടെ പോർട്ടല് അത് ക്ലോസ് ആയി. ഉടനെ എന്തോ ഒരു സാധനം അവിടെ ക്രാക്ക് ആവും. അതിനുശേഷം
മറ്റൊരു ലോകം കാണിക്കും. ആ ഒരു ലോകത്ത് ഏതോ ഒരുത്തൻ ഹായായിട്ടിരുന്ന് ഫ്രൂട്ട് കഴിക്കുകയാണ്. അപ്പൊ അവന്റെ തൊട്ടു പിന്നാലെ മറ്റൊരുത്തൻ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. അവൻ പറയും, കാഗുയയുടെ കണ്ണി അത് ഞാൻ കണ്ടുപിടിച്ചു. എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഈ ലോകത്തിലേക്ക് തിരികെ വരാൻ പോവാണ് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.